തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബൈബിൾ പഠന പരമ്പരയിലെ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ചുള്ള ആമുഖമായി നമ്മൾ നടക്കുന്ന ക്ലാസ്സുകളുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ ഭാഗത്ത് നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ട പൗലോസ്ലീഹായുടെ ലേഖനങ്ങളുടെ സാഹിത്യപരമായ തലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ കത്തുകളോ ലേഖനങ്ങളോ ആയി നമുക്ക് കാണാം എന്ന് നമ്മൾ കണ്ടു. ഈ കത്തുകളും ലേഖനങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്കറിവില്ലെങ്കിൽ പൗലോസ്ലീഹായുടെ രചനയെ തെറ്റായി വ്യാഖ്യാനിക്കുവാൻ അത് ഇടയാക്കും. സാധാരണയായി പൗലോസ്ലീഹായുടെ കത്തുകളിൽ ഗ്രീക്കോ റോമൻ കത്തുകളുടെ രചനാശൈലിയുടെ ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഗ്രേക്കോ റോമൻ സാഹിത്യ രചനാ ശൈലിയിൽ കത്തുകൾക്ക് പ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ഈ കത്തുകൾക്ക് സ്വാഭാവികമായിട്ടും ആ ശൈലിയുടെ രീതിയിൽ 4 ഭാഗങ്ങളിലാണ് ഈ കത്തുകൾ രചിക്കപ്പെടുന്നത്. ഒന്ന് ആമുഖം, കത്തിൻ്റെ പ്രധാന സന്ദേശം ഉൾക്കൊള്ളുന്ന ഭാഗം, പിന്നീട് കത്തിൻ്റെ അവസാനം കാണുന്ന ഉപസംഹാരം. ഈ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലും ഈ ഒരു ശൈലി തുടരുന്നുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ആ ലേഖനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമ്മൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആമുഖം എന്ന് പറയുന്ന ഭാഗത്ത് രചയിതാവ്, സ്വീകർത്താവ്, ആശംസ എന്നിവ ഉൾപ്പെടുന്നു. രചയിതാവ് അല്ലെങ്കിൽ ഈ കത്ത് ആരാണ് എഴുതിയത് അല്ലെങ്കിൽ അയക്കുന്നത് എന്നുള്ളത് ഈ കത്തിൻ്റെ ആമുഖത്ത് ചിലപ്പോൾ തലക്കെട്ടായോ ഒരു വാചകമായോ കടന്നു വരുന്നു. ഉദാഹരണം, പൗലോസിൻ്റെ കത്തുകളിൽ തിമോത്തി, സിൽവാനോ, സൊസ്തേനസ് എന്നിവരും സഹരചയിതാക്കളാണെന്ന് പറഞ്ഞ് കോറിന്തോസുകാർക്ക് എഴുതിയ കത്തുകളിലൊക്കെ നമ്മളത് കാണുന്നതാണ്. അതുപോലെ തന്നെ ആരാണ് സ്വീകർത്താവ്? ഇപ്പോൾ കോറിന്തോസിലെ വിശുദ്ധരുടെ സംഗമമായ സഭയ്ക്ക് എഴുതുന്നു എന്ന് പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ കത്തുകൾ കാണുന്ന പോലെ സ്വീകർത്താവ് ആരാണെന്ന് ഈ കത്തുകളുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നു. പിന്നീട് ആശംസ അല്ലെങ്കിൽ അഭിവാദനമായിട്ട് ഈ കത്തുകൾ ആരംഭിക്കുന്നു. അതിൽ പൗലോസ് ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ശൈലിയിൽ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ ഒരു ആശംസയോ ഉപയോഗിച്ച് ഈ കത്ത് ആരംഭിക്കുന്നു. ആമുഖത്തിലെ 3 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ പൗലോസ് ചിലപ്പോൾ അല്പം കൂടി വിപുലീകരിച്ച് അല്ലെങ്കിൽ വിശദീകരിച്ച് നമ്മളത് നോക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 2ാം ലേഖനം എന്നിവയിൽ ഇത് ആര് സ്വീകരിക്കുന്നു, ആർക്കാണ് ഈ കത്ത് എഴുതപ്പെട്ടത്, അവരുടെ പദവി, അവരുടെ പ്രത്യേകത, അല്ലെങ്കിൽ കോറിന്തോസുകാർക്ക് എഴുതിയ 1ാം ലേഖനത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധർ, അല്ലെങ്കിൽ ഈ കോറിന്തോസിലെ സഭ വിശുദ്ധരുടെ കൂട്ടമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള വിവരണം കൊടുത്തുകൊണ്ട് ഈ കത്തിൻ്റെ ആദ്യ ഭാഗം വിപുലീകരിക്കുന്നു. അപ്പോൾ ഈ കത്തിൽ അതുപോലെ തന്നെ ചിലപ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അവരുടെ ആയുരാരോഗ്യത്തിനു വേണ്ടിയുള്ള ആശംസകളൊക്കെ നന്ദി പ്രകടനത്തിന് ശേഷവും ചിലപ്പോൾ വയ്ക്കാറുണ്ട്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1ാം ലേഖനത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പൗലോസിൻ്റെ കത്തുകൾ ക്രിസ്ത്യാനികളുടെ അന്നത്തെ തലത്തിലുള്ള സാമൂഹ്യ ഔന്നത്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവികമായ കാഴ്ചപ്പാടിൽ അവർ വിശുദ്ധരാണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഈ കത്ത് സ്വീകരിക്കുന്ന ആളുകളുടെ നന്മയെക്കുറിച്ചും ഈ കത്തിൻ്റെ ആമുഖ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കത്തിൻ്റെ ആമുഖത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ് നന്ദി പ്രകടനം. ഹെലനിസ്റ്റിക് കത്തുകളിൽ അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന കത്തുകളിൽ ആമുഖത്തിന് ശേഷം അയച്ചയാൾ ഒരു പ്രത്യേക കാരണത്താൽ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ശൈലിയുണ്ട്. ഉദാഹരണത്തിന് ഒരു ദുരന്തത്തിൽ നിന്നുള്ള മോചനം, അങ്ങനെയുള്ള രീതിയിലൊക്കെ നന്ദി പറയും. പൗലോസ്ലീഹായുടെ കത്തുകളിൽ നന്ദി പ്രകടനത്തിനുള്ള കാരണം ദുരന്തത്തിനുള്ള മോചനമൊന്നുമല്ല, മറിച്ച് അഭിസംബോധന ചെയ്യപ്പെടുന്ന സഭയുടെ അല്ലെങ്കിൽ
ഈ കത്ത് ആര് സ്വീകരിക്കുന്നു, ആ സ്വീകർത്താക്കളുടെ വിശ്വാസം, അവരുടെ ജീവിതത്തിലെ പ്രത്യാശ, സ്നേഹം, പരസ്പര ധാരണ, ഐക്യം എന്നിങ്ങനെ മറ്റുള്ളവർക്ക് അവർ നൽകുന്ന ഒരു മാതൃകയെക്കുറിച്ച് സാധാരണ പറയുന്നു. ഏതെങ്കിലും കാര്യം ചെയ്തതിന് അദ്ദേഹം മിക്കവാറും എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന പരിചിതമായ യഹൂദന്മാർ ഉപയോഗിക്കുന്നതായ അനുഗ്രഹത്തിൻ്റെ ആ ഒരു ആശംസാവാക്യവും അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. ഇതിനുള്ള ഉദാഹരണം നമുക്ക് പൗലോസ്യരുടെ ലേഖനത്തിൽ പലയിടത്തും കാണാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, അതുപോലെ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യവും, തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യവും ത്തിൽ പക്ഷേ ഈ പ്രാർത്ഥന ഒഴിവാക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ചിലപ്പോൾ കത്തിൻ്റെ പ്രധാന പ്രമേയങ്ങൾ നന്ദി പ്രകടനത്തിന് മുമ്പോ ശേഷമോ ചുരുക്കമായി അവതരിപ്പിക്കുന്ന ശൈലിയും ഈ കത്തുകളിൽ സാധാരണയായിട്ടുണ്ട്. അത് പൗലോസ് ശ്ലീഹായും പിൻചെല്ലുന്നുണ്ട്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തെസ്സലോനിക്കക്കാരുടെ സഭ ദൈവത്തിലും ക്രിസ്തുവിലുമാണെന്ന് ഊന്നി പറയുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ സുവിശേഷം ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും വാക്യം 4 ക്രിസ്തീയ സ്വാതന്ത്ര്യം ഇതിനകം പ്രതീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും പ്രഖ്യാപിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തെപ്പറ്റി അവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിലും ആ വാക്യം ഉപയോഗിക്കുന്നു. ഇനിയും കത്തിൻ്റെ 2-ാം ഭാഗം എന്ന് പറയുന്നതാണ് കത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലേഖനത്തിൻ്റെ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗം. ഇത് ആമുഖത്തിനും ഞാൻ പറഞ്ഞ പോലെ ഉപസംഹാരത്തിനും ഇടയിലാണ് സാധാരണ വരുന്നത്. പൗലോസിൻ്റെ കത്തുകളിൽ പ്രധാന ഭാഗം സാധാരണ ഈ ഭാഗം സാധാരണ കത്തുകളേക്കാൾ വലുതാണ്. ഈ പ്രധാന ഭാഗത്തിൻ്റെ ആരംഭം കത്ത് എഴുതുന്നതിനുള്ള സന്ദർഭത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം, ഇവിടെയൊക്കെ നമ്മൾ ഇത് കാണുന്നു. തുടർന്ന് ഒരു അപേക്ഷയോ പ്രാർത്ഥനയോ വരുന്നു. പ്രധാന ഭാഗത്തിൻ്റെ സമാപനത്തിൽ രചയിതാവ് എഴുതിയത് ഉറപ്പിക്കുകയോ സംഗ്രഹിക്കുകയോ ചെയ്യുന്നു. കത്തെന്തിനാണ് എഴുതിയത്, എന്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ വിവക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സ്വീകർത്താവ് ഈ കത്ത് എങ്ങനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഈ കത്തിൻ്റെ മറ്റ് നടപടികളുടെ ഭാഗമായിട്ട് ഒരു സന്ദർശനമോ ഒരു ദൂതനിലൂടെയോ തുടർച്ചയായ കത്തിടപാടുകളിലൂടെയോ ഈ കത്ത് സ്വീകരിക്കുന്ന വ്യക്തികളുടെ ആ ഒരു പ്രത്യേക സന്ദർഭത്തെ, അത് വെല്ലുവിളികളാണെങ്കിലും ആ സഭയുടെ പ്രത്യേകമായ ഒരു വിശ്വാസ കാര്യത്തിലുള്ള ആഴപ്പെടലിലാണെങ്കിലും അതിൽ പൗലോസ് ശ്ലീഹ അവരെ അനുധാവനം ചെയ്യുന്നതാണെന്നുള്ള നിർദ്ദേശമോ അവർക്ക് കൊടുക്കുന്നതായ ഒരു കോൺഫിഡൻസോ നമുക്കതിൽ കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് റോമർ 15:14, 15:32, ഫിലിപ്പിയർ ലേഖനം 1:21-22, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 5-ാം വാക്യം, കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 10-11 വാക്യങ്ങൾ, ഇതിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ ഉദാഹരണം നമ്മൾക്ക് കാണാൻ കഴിയും. കത്തിൻ്റെ പ്രധാന ഭാഗത്ത് തന്നെ പൗലോസ് വിശ്വാസ സമൂഹത്തിൻ്റെ പ്രത്യേക വെല്ലുവിളികളും അവതരിപ്പിക്കുന്നു. അവയെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്ന് തൻ്റെ വാക്കുകളിലൂടെ അവരെ പ്രചോദിപ്പിക്കുകയും അവർക്കത് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അതിന് ചില ശൈലികൾ, അതായത് പ്രസംഗ പാടവത്തിൻ്റെ അല്ലെങ്കിൽ പ്രസംഗ കലയുടെ റോമൻ ഗ്രീക്ക് ആ ശൈലിയുടെ ചില രീതികൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അത് ചില ചോദ്യങ്ങളിലൂടെ, റെറ്ററിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അജ്ഞരായിരിക്കുവാൻ കഴിയുമോ, നിങ്ങൾ അജ്ഞരായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഈ കാരണത്താൽ എന്നിങ്ങനെ മാനസാന്തരത്തിന് ഉതകുന്നതായ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രധാന വിഷയം അവതരിപ്പിക്കുന്ന ഒരു ശൈലി സാധാരണ കത്തുകളുള്ളതുപോലെ പൗലോസ് ശ്ലീഹായും അത് ഉപയോഗിക്കുന്നു. ലേഖനത്തിൻ്റെ അല്ലെങ്കിൽ കത്തിൻ്റെ പ്രധാന ഭാഗത്ത് സാധാരണയായി ഉപദേശവും പ്രബോധനവും അടങ്ങിയിരിക്കുന്നു. അതായത് അതിൻ്റെ ചിന്താപരവും പ്രായോഗികമായ വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. സൈദ്ധാന്തികം മാത്രമല്ല, ബൗദ്ധികം മാത്രമല്ല, വിശ്വാസപരമായ ഡോക്ട്രൈനൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, പ്രായോഗികമായ രീതിയിൽ ആ സന്ദർഭത്തിന് ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്, കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പൗലോസിൻ്റെ ഈ കത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലേഖനത്തിൻ്റെ കാതൽ
ഉപദേശപരമായ ഈ ഭാഗമാണ്. പ്രബോധനമായോ ധാർമ്മികമായ ഭാഗമായോ സാധാരണയായി ഉപദേശമായ ഭാഗത്തിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഉപദേശമായാലും പ്രബോധനമായാലും വിശ്വാസപരമായ സത്യങ്ങളുടെ വിശദീകരണങ്ങളാണെങ്കിലും പ്രായോഗികമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ കത്തുകളുടെ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ കത്തിൻ്റെ പ്രധാന സന്ദേശം വരുന്ന ഭാഗം പൗലോസ്ലീഹ അവതരിപ്പിക്കുകയും എഴുതുകയും ചെയ്തിരിക്കുന്നത്. ഇനിയും കത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഉപസംഹാരമാണ്. അപ്പോൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ ഓർക്കുക, നല്ല ആരോഗ്യത്തിനുള്ള ആശംസയും വിടവാങ്ങൽ മൊഴിയും കത്തിൻ്റെ ഉപസംഹാര ഭാഗത്ത് ഗ്രേക്കോ റോമൻ കത്തുകളിൽ നമ്മൾ കാണാം. അതുപോലെ തന്നെ ആ ഒരു പാരമ്പര്യം, ആ ഒരു കാലഘട്ടത്തിൻ്റെയും ആശംസകൾ അർപ്പിക്കുന്ന ആ ഒരു ഭാഗം പൗലോസിൻ്റെ കത്തുകളിലും നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഫിലിപ്പിയർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 21 23 വാക്യങ്ങൾ, തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ആശംസകൾ മാത്രമോ അല്ലെങ്കിൽ മഹത്വത്തിനായുള്ള ഒരു സ്തുതിഗീതം മാത്രമായിട്ടോ പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്കെതിരെ ലേഖനം 16-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യങ്ങൾ. ചിലപ്പോൾ കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന ആശീർവാദമോ സ്വീകർത്താക്കൾക്ക് നൽകുന്നു. മറ്റു ചിലപ്പോൾ സമാധാനമെന്ന് ചുരുങ്ങി നിങ്ങൾക്ക് സമാധാനം അല്ലെങ്കിൽ കരുണയുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഫേസോസ് 6:23-24, ഗലാത്യർ 6:16 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ചുംബനത്തോടെ നിങ്ങൾക്ക് ഞാൻ ആശംസ അർപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ കത്ത് ഞാൻ ചുരുക്കുന്നു എന്ന രീതിയിൽ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം, കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം, കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 16-ാം വാക്യം. പിന്നെ കൂട്ടായ്മയുടെ അടയാളമായി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ കത്തുകളെ ഉപസംഹരിക്കുന്നു. അപ്പോൾ പൗലോസ്ലീഹയുടെ ഈ കത്തുകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ കത്തുകൾ ആരെങ്കിലും വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ വായിച്ചുകൊണ്ടായിരിക്കും ഒരു സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ കത്തുകൾ ശ്രോതാക്കളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനായി ചിലപ്പോൾ ഉച്ചത്തിൽ വായിക്കുകയും ചിലപ്പോൾ പ്രത്യേകമായ ഒരു സ്ട്രെസ് കൊടുത്ത് വായിക്കുകയും അതിൻ്റെ ശൈലിയിൽ ഒരു പ്രസംഗത്തിൻ്റെ രീതിയിലുള്ള അവതരണവും ആവശ്യമായതുകൊണ്ട് ഈ കത്തുകളിൽ റോമൻ പ്രസംഗകലയുടെ 4 ഭാഗങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതായത് ഒരു പ്രസംഗം എങ്ങനെയാണ് റോമൻ ഗ്രേക്ക് പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഹെലനിസ്റ്റിക് പാരമ്പര്യത്തിൽ ഒരു പ്രസംഗം എങ്ങനെയാണ് അവതരിപ്പിക്കണമെന്ന് സീസറയോ ക്വിന്റിലിയാനോ തുടങ്ങിയ വാഗ്മികൾ അല്ലെങ്കിൽ പ്രസംഗ കലയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതും പഠിപ്പിച്ച് പരിശീലനം നൽകിയിരുന്നതുമായ വ്യക്തികൾ എഴുതിയിരിക്കുന്ന ആ ഒരു നിർദ്ദേശങ്ങളും ചിലപ്പോഴൊക്കെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അതായത് ഒരു പ്രസംഗത്തിന് ഒരു പ്രാരംഭം ഭാഗം ഉൾപ്പെടുന്ന ആമുഖം ഉണ്ടായിരിക്കണം, പിന്നെ ഒരു ആഖ്യാനം അല്ലെങ്കിൽ വിഷയാവതരണം നറാസിയോ എന്ന് പറയുന്ന ഭാഗം, പിന്നെ ആർഗ്യുമെന്റാസിയോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന വാദം അല്ലെങ്കിൽ തെളിവ് നൽകുന്ന രീതിയിൽ അത്, പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഫലപ്രദമായ നിഗമനത്തിലെത്തുന്നു അല്ലെങ്കിൽ ഉപസംഹാരം എന്ന് പറയുന്ന പെറോറാസിയോ എന്ന് പറയുന്ന 4 കാര്യങ്ങൾ, എക്സോർഡിയം, നറാസിയോ, ആർഗ്യുമെന്റാസിയോ, പെറോറാസിയോ, ഇങ്ങനെ 4 രീതിയിൽ ഗ്രേക്കോ റോമൻ പ്രസംഗകലയുടെ ചില ശൈലികളും പൗലോസ്ലീഹായുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. HD ബെറ്റ്സ് എന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ഒരു ശൈലി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം ഗലാത്യർ 1:1 മുതൽ 5 വരെ, പിന്നെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ആരംഭം 3-ാം അധ്യായം 1 മുതൽ 4 വരെ 31 വരെ, പിന്നെ ഏറ്റവും അവസാനം 6-ാം അധ്യായം 11 മുതൽ 18 വരെയും ഉള്ള രീതിയിൽ ഇത് ഈ ഒരു 4 തലങ്ങൾ വരുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഗ്രേക്കോ റോമൻ പ്രസംഗകലയുടെയും കത്തുകൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ രചനകൾക്ക് അവർ പിന്നിട്ട് പോരുന്ന അല്ലെങ്കിൽ പിൻപറ്റിക്കൊണ്ടിരുന്നതായ ചില ശൈലികളും നിർദ്ദേശങ്ങളും പൗലോസ്ലീഹയുടെ ലേഖനത്തിലും
പൗലോസ്ലീഹ പിൻചൊല്ലുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇങ്ങനെ നമ്മൾ വരുമ്പോഴാണ് ഇനി പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്ന ഒരു വിഷയമാണല്ലോ, പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ എഴുതിയത് ആര്? ഇത് പൗലോസ് തന്നെയാണോ എഴുതിയത്? അതിൽ പല ചർച്ചകൾക്കും കാരണമുണ്ട്. കാരണം വിശാലമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ഈ ലേഖനങ്ങളെല്ലാം എഴുതിയത് പൗലോസാണ് എന്ന് പറയാം. എന്നാൽ ആധുനികമായ പഠനങ്ങളുടെയും ഇതിന് ബൈബിൾ പണ്ഡിതന്മാരുടെ തുടർച്ചയായുള്ള പഠനങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ എല്ലാ ലേഖനങ്ങളും പൗലോസ് കൃത്യമായിട്ട് എഴുതി എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. പൗലോസ് എഴുതിയത് എന്നുള്ള രീതിയിൽ സംശയരഹിതമായിട്ട് പറയാൻ പറ്റുന്ന 7 ലേഖനങ്ങൾ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ അഭിപ്രായം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. എന്നാൽ പൗലോസ്ലീഹ ഈ രചനയിൽ എത്രത്തോളം, അതായത് ചില കത്തുകൾ 7 കത്തുകളാണ് പൗലോസ്ലീഹ എഴുതിയത്. അങ്ങനെയെങ്കിൽ മറ്റ് കത്തുകളുടെ കാര്യത്തിൽ പൗലോസ്ലീഹ എങ്ങനെയാണ് അതിനകത്തിൽ പങ്കുവഹിച്ചത് എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് നിർണ്ണയിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾക്ക് അത്ര വലിയ അറിവില്ല. അതുകൊണ്ട് ഈ ലേഖനങ്ങളിൽ കാണുന്നതായ ചില തെളിവുകൾ ഉപയോഗിച്ചോ അതുപോലെ തന്നെ പുറമേ നമുക്ക് ലഭിക്കുന്നതായ മറ്റ് തെളിവുകൾ ഉപയോഗിച്ചോ ഒക്കെയുള്ളൂ നമ്മൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കുക, കടലാസിലോ പപ്പിറസിലോ അന്നത്തെ കാലത്ത് എഴുതുന്നതിന് പ്രത്യേക പരിശീലനവും കഠിനാധ്വാനവും ആവശ്യമായിരുന്നതിനാൽ അന്നത്തെ കാലത്ത് കത്തുകൾ എഴുതിയ സാഹിത്യ രചനകൾ എഴുതിയവരൊക്കെ പലപ്പോഴും ഒരു പ്രൊഫഷണൽ സ്ക്രൈബ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയുന്ന സ്റ്റെനോഗ്രാഫർ, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ സെക്രട്ടറിയെ ഉപയോഗിച്ചായിരുന്നു അത് എഴുതുന്നത്. ഇന്ന് നമ്മൾ എഴുതുന്ന പോലെ വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് ഈ തുകൽ ചുരുളുകളിലോ പപ്പിറസ് ചുരുളുകളിലോ ഇത് എഴുതണമെങ്കിൽ ആരെങ്കിലും ഇത് എഴുതാൻ അറിയാവുന്നവരെ ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് ഡിക്റ്റേറ്റ് ചെയ്തതിന് ശേഷം എഴുതുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുക, അതിന് ഒരു ഉദാഹരണം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്. പിന്നെ മറ്റ് സമയങ്ങളിൽ പൗലോസ് തന്നെ എഴുതിയതായിട്ടും ചില പുസ്തകങ്ങളിൽ ചില ലേഖനങ്ങളിൽ പൗലോസ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 21-ാം വാക്യം, കൊളോസോസാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. ഇതിലേക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി ഉള്ള വിശദീകരണം നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ പൗലോസിൻ്റെ പല കത്തുകളും പൗലോസ് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിന് സഹരചയിതാക്കളുണ്ട് എന്നോടൊപ്പം. അദ്ദേഹം തൻ്റെ പേരിൽ മാത്രമല്ല തിമോത്തിയോസിൻ്റെയും ഷീലാസിൻ്റെയും സൊസ്തേനോസിൻ്റെയും മറ്റ് സഹോദരങ്ങളുടെയും പേരിൽ കത്തുകളിൽ തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. അതായത് ഈ കത്തുകൾ ഞങ്ങൾ ഒരുമിച്ച് എഴുതി എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ കത്തുകൾ എല്ലാം പൗലോസ് തന്നെ എഴുതിയതാണ് നമുക്ക് അനുമാനിക്കുവാൻ കഴിയുകയില്ല. കാരണം പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ എഴുതിയതല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കത്തുകളിൽ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പൗലോസ് ശ്ലീഹായുടെ ശിഷ്യരിൽ നിന്നോ അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹായുടെ കാലത്തിന് ശേഷം എഴുതപ്പെട്ട അല്ലെങ്കിൽ പൗലോസിൻ്റെ ശിഷ്യഗണത്തിൻ്റെ ഭാഗമായിട്ടോ പാരമ്പര്യങ്ങളിൽ നിന്നോ ആണ് ഈ കത്തുകൾ വന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പോലും പൗലോസ് ശ്ലീഹായുടെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ പേരിൽ കത്തുകൾ എഴുതിയിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ പേരിൽ എഴുതപ്പെട്ട, തൻ്റെ ശിഷ്യന്മാർ തൻ്റെ പേരിൽ എഴുതപ്പെട്ട കത്തുകൾക്ക് അദ്ദേഹം തന്നെ അംഗീകാരം കൊടുത്തു. ആ കത്തുകൾ അദ്ദേഹം നോക്കി അതിന് അംഗീകാരം അല്ലെങ്കിൽ അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അത് തിരുത്തി അംഗീകാരം കൊടുക്കുന്ന ശൈലിയും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കത്തുകളുടെ രചനയിൽ നിരവധി പരമ്പരാഗതമായ വസ്തുക്കളുടെ ഉപയോഗവും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുക, പൗലോസിൻ്റെ കത്തുകളിൽ നമ്മൾ നോക്കുമ്പോൾ പൗലോസ് തന്നെ കൃത്യമായിട്ട് എഴുതി എന്നുള്ളത് നമ്മളുടെ ഒരു വിഷയമായിട്ട് വരുന്നില്ല. കാരണം നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഒന്നുകിൽ പൗലോസ് തന്നെ കൃത്യമായിട്ട് എഴുതി, പൗലോസ് ഒരു എഴുത്തുകാരനെ വെച്ച് എഴുതി, അല്ലെങ്കിൽ പൗലോസിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ പൗലോസിൻ്റെ പാരമ്പര്യം പിന്തുടരുന്ന ഒരു സമൂഹം പൗലോസിൻ്റെ പേരിൽ കത്തുകൾ എഴുതി എന്ന് വേണമെങ്കിലും നമുക്കതിനെക്കുറിച്ച് പറയാം. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ ഓർക്കേണ്ടത്, ഈ കത്തുകൾ ആരെഴുതി എന്നുള്ളതിനെ അത്ര പ്രാധാന്യം വരുന്നില്ല. കാരണം ആത്യന്തികമായിട്ട് ഈ കത്തുകളെല്ലാം ദൈവനിവേശിതമായതുകൊണ്ട്, ദൈവികമായ പ്രത്യേകമായ വരപ്രസാദത്താൽ എഴുതപ്പെട്ടതായതുകൊണ്ട് മനുഷ്യരിൽ ആരെഴുതി എന്നുള്ളതിനേക്കാൾ ഈ കത്തുകളിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവിക സന്ദേശം
ദൈവിക വെളിപാട് എന്താണെന്നുള്ളതിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് പൗലോസ്ലീഹായുടെ ഈ കത്തുകളിൽ കാണുന്ന ദൈവശാസ്ത്രം, സഭാദർശനം, ക്രിസ്തു ദർശനം, ആത്മാവിനെക്കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ മരണാനന്തര ജീവിതം, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്ത് എന്നുള്ളതിന് പ്രാധാന്യം വരുന്നത്. ഇനിയും പൗലോസ്ലീഹ എഴുതിയതാണോ എഴുതിയതല്ലയോ എന്നുള്ള ആ ചർച്ചയുടെ ഭാഗമായിട്ട് ആധികാരികവും ആധികാരികമല്ലാത്തതുമായ കത്തുകൾ, പക്ഷേ ദൈവനിവേശനത്തിൻ്റെ കാര്യത്തിലല്ല ഈ ആധികാരികത പറയുന്നത്. പൗലോസ്ലീഹ എഴുതുക അതായത് രചയിതാവിൻ്റെ കാര്യത്തിൽ ഉള്ള ആധികാരികതയെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് എല്ലാവരും ഓർക്കുക. മിക്കവാറും എല്ലാ ബൈബിൾ പണ്ഡിതന്മാരും 7 കത്തുകൾ പൗലോസിൻ്റെതായി സംശയലേശമന്യേ അംഗീകരിക്കുന്നു. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം, പൗലോസ്ലിയ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ഉം 2-ഉം ലേഖനങ്ങൾ, ഫിലേമോൻ എഴുതിയ ലേഖനം, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ഇത്രയും പൗലോസ്ലീഹ തന്നെയാണ് എഴുതിയത്. അല്ലെങ്കിൽ ഈ കത്തുകളും പിന്നിൽ പൗലോസ്ലീഹയുടെ നേരിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ ഈ കത്തുകളുടെ രചനയിൽ പൗലോസ്ലീഹയുടെ നേരിട്ടുള്ള ഇടപെടലുണ്ട് എന്നാണ് പണ്ഡിതമതം. അപ്പോൾ അതിനകത്തിൽ സംശയമില്ല. 1-ഉം 2-ഉം തിമോത്തിയോസും അതുപോലെ തന്നെ തീത്തോസും പൗലോസ്ലീഹ എഴുതിയതല്ല എന്നുള്ള രീതിയിലാണ് പൊതുവെ പറയാറുള്ളത്. കാരണം അവയെ പിന്നീട് വന്ന് അതിലുള്ള പല കാര്യങ്ങളുടെയും അതിൽ കാണുന്നതായ ദൈവിക ദർശനങ്ങളെയും ഒക്കെ പറ്റി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭാ ദർശനങ്ങളെ പറ്റി ചിന്തിപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടെ പിന്നീട് എഴുതപ്പെട്ടാണ്, അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ കാലശേഷം എഴുതപ്പെട്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. അതുകൊണ്ട് സംശയമുള്ള കത്തുകളുണ്ട്, സംശയമില്ലാത്ത കത്തുകളുണ്ട്. ഇത് നമുക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതായുണ്ട്. നമ്മൾ അത് പിന്നീട് കൈകാര്യം ചെയ്യുന്നതാണ്. ഇവിടെ ആധികാരികമല്ലാത്തത് എന്നത് മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് പൗലോസ്ലീഹായുടെ പേരിൽ പകർത്തിയെടുത്തതോ അല്ലെങ്കിൽ കോപ്പി അടിച്ചതോ ആണ്. പ്ലേഗറിസം എന്ന് പറയുന്ന ആ ഒരു കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുരാതന കാലത്ത് ചിലപ്പോൾ ഒരാൾ ഒരു പുസ്തകമോ ഒരു സാഹിത്യ സൃഷ്ടിയോ ചെയ്യുമ്പോൾ ആ ആൾക്ക് എന്തെങ്കിലും ഒരു ബഹുമാനമോ സ്നേഹമോ തോന്നുന്ന മറ്റൊരു വ്യക്തിയുടെ പേരിൽ ആ പുസ്തകം പ്രസിദ്ധീകരിക്കും. അതായത് താൻ എഴുതിയതാണെങ്കിലും മറ്റൊരാളാണ് അത് എഴുതിയത് എന്ന രീതിയിൽ ഈ പുസ്തകം ആ വ്യക്തി പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ പേരായിട്ട് വരുന്നത് യഥാർത്ഥ രചയിതാവിൻ്റെ പേരല്ല, പിന്നെയോ ആരുടെ പേരിലാണ് ഈ പുസ്തകം ആട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ആളുടെ പേര് ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളും വരാം. അപ്പോൾ പൗലോസ്ലീഹയുടെ പേരിൽ, പൗലോസ്ലീഹ എന്ന് പറയുന്ന വലിയ അപ്പോസ്തലൻ, ആ അപ്പോസ്തലൻ്റെ പേരിൽ ദൈവനിവേശനത്താൽ ഒരു വ്യക്തി എഴുതപ്പെട്ട പുസ്തകം, ആ അപ്പോസ്തലൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആ അപ്പോസ്തലനിൽ നിന്ന് വിശ്വാസവും ദൈവിക ദർശനങ്ങളും അല്ലെങ്കിൽ ദൈവശാസ്ത്രവും ലഭിച്ചതായ വ്യക്തി ആ അപ്പോസ്തലൻ്റെ വീക്ഷണങ്ങളെ തൻ്റെ കൃതിയിൽ പ്രതിഫലിക്കുന്നതുകൊണ്ട് അപ്പോസ്തലൻ്റെ പേര് ആ പുസ്തകത്തിന് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ രചനയുടെ കാര്യത്തിൽ പൗലോസ്ലീഹ എഴുതിയതാണോ എന്ന് സംശയം തോന്നുന്ന പുസ്തകങ്ങൾ പൗലോസ്ലീഹയുടെ പിൻതലമുറക്കാർ, അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ വിശ്വാസ സമൂഹം, അല്ലെങ്കിൽ പൗലോസിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന ആ ഒരു സമൂഹത്തിൽ നിന്ന് ഉള്ള പുസ്തകങ്ങൾ ആയിരിക്കാം, അതിലുള്ളവർ എഴുതിയതായിരിക്കാം. അതിന് പൗളിൻ സ്കൂൾ എന്നാണ് അതിന് പറയുന്നത്. ആ സ്കൂളിൽ നിന്നുള്ളവർ എഴുതിയിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി പൗലോസ്ലീഹ തന്നെയാണ് എഴുതിയത്, ഒരു ലേഖനം എഴുതിയത് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? 2 രീതിയിലാണ്. ഫോം ആൻഡ് കണ്ടന്റ്, അല്ലെങ്കിൽ ഇത് എഴുതിയ സാഹിത്യ രചനയുടെ ശൈലി. ഇതിൽ പൗലോസ്ലീഹ ഉപയോഗിക്കുന്ന പദാവലി ഉണ്ടോ, പൗലോസ്ലീഹയുടെ ശൈലിയാണോ, വാക്യങ്ങളിലും അതുപോലെ തന്നെ പ്രിപ്പൊസിഷൻസ്, അതിൻ്റെയൊക്കെ ഉപയോഗങ്ങളെല്ലാം ഗ്രേക്ക് ഭാഷയാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിലൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ആ ഭാഷ ശൈലി എല്ലാം, ഇത് പൗലോസ്ലീഹയുടെ ശൈലി ഏകദേശം പൗലോസ്ലീഹയുടെ ലേഖനമെന്ന് ആധികാരികതയിൽ യാതൊരു സംശയമില്ലാത്ത ഈ ലേഖനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം, കോറിന്തോസ് ലേഖനം, ഈ ലേഖനങ്ങളോട് ഈ സംശയമുള്ള ലേഖനങ്ങൾക്ക് സാമ്യമുണ്ടെങ്കിൽ അത് പൗലോസ്ലീഹ എഴുതിയതാണെന്നുള്ളത് എങ്ങനെ വരുന്നു? അതിൻ്റെ ശൈലി, സാഹിത്യ ശൈലി, രചനാ ശൈലി നോക്കിക്കൊണ്ട്, ഫോം, അത് നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ളടക്കം. ഈ ലേഖനത്തിൽ ആധികാരികതയിൽ, രചനയുടെ ആധികാരികതയിൽ സംശയമുള്ള ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പൗലോസ്ലീഹ അവതരിപ്പിക്കുന്ന അതേ ആശയങ്ങളും ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങൾ, അല്ലെങ്കിൽ പൗലോസ്ലീഹ പറയുന്നതായ സഭാദർശനം, അത് ദൈവിക ദർശനം, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ക്രിസ്തു ദർശനം,
അതുപോലെ തന്നെ ചരിത്ര പശ്ചാത്തലം, സഭാ സമൂഹത്തിൻ്റെ ഘടന, ഇവയൊക്കെ അതിനോട് അനുയോജ്യമായി വരുന്നെങ്കിൽ അങ്ങനെയുള്ള ലേഖനങ്ങളും പൗലോസ്ലീഹ എഴുതി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 2 മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോം, കണ്ടൻറ്റ്, രചനയുടെ സാഹിത്യശൈലി അല്ലെങ്കിൽ ഉള്ളടക്കം, ഈ 2 മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു രചനയുടെ പൗലോസ്ലീഹായുടെ രചനയുടെ ഭാഗമായിട്ടുള്ള ആധികാരികത നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്തിൽ ഒരു കാര്യം കാണണം, ഇതിൻ്റെ ഒരു മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് ഒരു കത്തിൻ്റെ ആധികാരികത ഉറപ്പിക്കാൻ പറ്റുകയില്ല. 2 മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചും പിന്നെ അതിനോട് അനുയോജ്യമായ രീതിയിൽ നിരവധി മാനദണ്ഡങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹായുടെ രചനയാണോ അല്ലയോ എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത്. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ ഓർക്കേണ്ടത് ഉള്ളടക്കത്തിൻ്റെ സന്ദേശത്തിൻ്റെ കാര്യത്തിൽ ആരെഴുതി എന്നുള്ളതല്ല, എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം എന്ന് നമ്മൾ ഓർക്കുക. ഇനി ഇങ്ങനെ രചനയുടെയും സ്വീകർത്താക്കളുടെയും ഉള്ളടക്കത്തിൻ്റെയും ഉദ്ദേശത്തിൻ്റെയും എഴുതപ്പെട്ട സാഹചര്യത്തിൻ്റെയും മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ അല്ലെങ്കിൽ കത്തുകളെ പരമ്പരാഗതമായും ബൈബിൾ വിജ്ഞാനീയത്തിൻ്റെയും പഠനത്തിൻ്റെ അടിസ്ഥാനമായിട്ടും പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, സ്വീകർത്താക്കളെ അടിസ്ഥാനമാക്കി സഭകൾക്കുള്ള ലേഖനങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങൾക്കുള്ള ലേഖനങ്ങൾ എന്ന് തിരിച്ചിട്ടുണ്ട്. അവ 1, 2 കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങൾ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, എഫെസുകാർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം, കൊളോസോസുകാർക്ക് ഉള്ള ലേഖനം, തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1, 2 ലേഖനങ്ങൾ, ഇവയൊക്കെയാണ്. രണ്ടാമത് അജപാലന ലേഖനങ്ങൾ അല്ലെങ്കിൽ അജപാലകർക്കുള്ള കത്തുകൾ. അത് വ്യക്തിഗത നേതാക്കളെ അഭിസംബോധന ചെയ്യുന്നതാണെങ്കിലും അജപാലന ശുശ്രൂഷയാണ് ഇവയുടെ പ്രതിപാദ്യം. അത് തിമോത്തിയോസിന് എഴുതിയ 1, 2 ലേഖനങ്ങൾ, തീത്തോസിന് എഴുതിയ ലേഖനം. 3 വ്യക്തിക്ക് കൃത്യമായി എഴുതിയ കത്ത്, അത് ഫിലോമോൻ എഴുതിയ കത്ത്, ആ രീതിയിൽ വരുന്നു. അതാണ് ഒന്നാമത്തെ സ്വീകർത്താക്കളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിഭജനം. രണ്ടാമത്തെ വിഭജനം രചയിതാവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് നമ്മൾ കണ്ടു, പരമ്പരാഗതമായി പൗലോസിൻ്റെ ലേഖനങ്ങൾ എന്ന് 14 ലേഖനങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഹെബ്രായർക്ക് ലേഖനം പൗലോസിൻ്റെ ലേഖനമല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് അത് മാറ്റിയാൽ 13 ലേഖനങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളാണെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ കാനോനികമായി ക്രൈസ്തവ വിശ്വാസ സംഹിതയുടെ ഭാഗമാണെങ്കിലും ഇവയിൽ 7 എണ്ണം മാത്രമാണ് യഥാർത്ഥത്തിൽ പൗലോസിൻ്റെ രചനകൾ എന്ന് വ്യാഖ്യാതാക്കളുടെയും ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഈ ലേഖനങ്ങളെ 2 രീതിയിൽ നമുക്ക് തിരിക്കാം. പൗലോസിൻ്റെ രചന എന്നതിൽ തർക്കമില്ലാത്ത ലേഖനങ്ങൾ, അതായത് പൗലോസ് ആണ് യഥാർത്ഥത്തിൽ ഈ കത്തുകൾ എഴുതിയത്, അത് തർക്കമില്ലാത്ത ലേഖനങ്ങളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം, കൊറിന്തോസുകാർക്ക് എഴുതിയ 1, 2 ലേഖനങ്ങൾ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം, ഫിലേമോൻ എഴുതിയ ലേഖനം. ഇനി തർക്കമുള്ള അല്ലെങ്കിൽ ഡ്യൂട്രോ പൗലൈൻ അല്ലെങ്കിൽ പൗലോസ്ലീഹായ്ക്ക് ശേഷം ശാസ്ത്രീയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ പൗലോസ് യഥാർത്ഥത്തിൽ എഴുതിയെന്ന് തർക്കമുള്ള ഈ ലേഖനങ്ങൾ പൗലോസിൻ്റെ ശിഷ്യന്മാരിൽ നിന്നോ പാരമ്പര്യങ്ങളിൽ നിന്നോ വന്നതാണെന്നാണ് പണ്ഡിതമതം. എങ്കിലും ഈ നിഗമനത്തിൽ ഇവയുടെ ദൈവനിവേശിത ഗ്രന്ഥങ്ങൾ എന്ന ആധികാരികതയ്ക്ക് കോട്ടം വരുത്തുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഒപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഈ രചന അല്ലെങ്കിൽ രചയിതാവ് എന്നുള്ള തലത്തിൽ മാത്രമുള്ള ചർച്ചകളേ ഉള്ളൂ ഈ ആധികാരികയുടെ കാര്യത്തിൽ. അല്ലാതെ ദൈവനിവേശിതം ഗ്രന്ഥമാണോ അല്ലയോ എന്ന ചർച്ചയല്ല ഇതിനകത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അത് പൗലോസ്ലീഹയാണോ എഴുതിയത്, പൗലോസ്ലീഹായുടെ ശിഷ്യന്മാരാണോ എഴുതിയത്, അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ പാരമ്പര്യത്തിൽ നിന്നാണോ വന്നത് എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഡ്യൂട്രോ പൗലൈൻ ലേഖനങ്ങൾ അല്ലെങ്കിൽ തർക്കമുള്ള ലേഖനങ്ങളാണ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം, എഫെസുസാർക്ക് എഴുതിയ ലേഖനം, കൊളോസോസുകാർക്കുള്ള ലേഖനം, തീമോത്തിയോസിന് എഴുതിയ 1, 2 ലേഖനങ്ങൾ, തീത്തോസിന് എഴുതിയ ലേഖനം എന്നുള്ളത്. ഇനി അടുത്ത വിഭജനം അല്ലെങ്കിൽ അടുത്ത രീതിയിൽ ഇതിനെ ഒന്ന് വിഭജിക്കുന്നത് എഴുതപ്പെട്ട കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ കത്തുകൾ ഏകദേശം കത്തുകളുടെ ഉള്ളിൽ നിന്നും ബാഹ്യമായ സഭാ പാരമ്പര്യങ്ങളിൽ നിന്നും ഈ കത്തുകൾ എഴുതപ്പെട്ട കാലങ്ങളെപ്പറ്റി നമുക്കൊരു ആശയം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആദ്യകാല ലേഖനങ്ങളായിട്ട് നമ്മൾ വെക്കുന്നത് AD 50-52 ഇടയ്ക്ക്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ ആദ്യമായിട്ട് എഴുതപ്പെട്ട പുസ്തകം പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ AD 50-നും 52-നും ഇടയ്ക്കുള്ള ആദ്യകാല ലേഖനങ്ങൾ അല്ലെങ്കിൽ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ, അത് ആദ്യകാല ലേഖനങ്ങളായിട്ട് എഴുതുന്നു. പിന്നെ മുഖ്യ ലേഖനങ്ങൾ AD 54-നും 58-നും ഇടയ്ക്ക് എഴുതിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം,
കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം, 2-ാം ലേഖനം, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം എന്നിവ വരുന്നു. പിന്നെ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ബന്ധനകാല ലേഖനങ്ങൾ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയ ലേഖനം എന്നറിയപ്പെടുന്നത്. അത് ചിലപ്പം റോമിൽ വെച്ചായിരിക്കാം എഴുതിയത്. അത് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം, അതുപോലെ തന്നെ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം, ഫിലേമോൻ എഴുതിയ ലേഖനം. ഇനിയും അജപാലൻ ലേഖനങ്ങൾ അല്ലെങ്കിൽ AD 63-നും 67-നും അല്ലെങ്കിൽ അതിനുശേഷമുള്ളതാണ് അജപാലൻ ലേഖനങ്ങൾ, പാസ്റ്ററൽ എപ്പിസൽസ് എന്ന് പറയും. അത് തീമോത്തിയോസിന് എഴുതിയ 1-2 ലേഖനങ്ങൾ, തീത്തോസിന് എഴുതിയ ലേഖനങ്ങൾ എന്നിവയൊക്കെ വരും. ഇനിയും ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കത്തുകളെ നമ്മൾ വിവിധങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഉപദേശകരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങൾ അല്ലെങ്കിൽ ദൈവശാസ്ത്രം, രക്ഷ, കൃപ, വിശ്വാസം എന്നിവയെ പറ്റിയുള്ള ഡോക്ട്രൈനൽ അല്ലെങ്കിൽ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു എപ്പിസൽ അല്ലെങ്കിൽ ഒരു ലേഖനം, കത്ത്. അത് റോമാക്കാർക്ക് എഴുതിയ കത്ത് അതിൻ്റെ ഉദാഹരണമാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം, അത് നമുക്ക് പറയാം ഉപദേശകരമായ അല്ലെങ്കിൽ ഡോഗ്മാറ്റിക് ലെറ്റേഴ്സ്. 2 സഭാവിജ്ഞാനീയ ലേഖനങ്ങൾ, സഭാജീവിതം, സമൂഹം, അച്ചടക്കം, ഐക്യം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കൊറിന്തോസുകാർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം. അതുപോലെ തന്നെ അജപാലൻ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്ന സഭാ നേതാക്കൾക്കും ഭരണ നിർവഹണത്തിനുമുള്ള ലേഖനങ്ങൾ, തിമോത്തിയോസിന് എഴുതിയ 1-2 ലേഖനങ്ങൾ, തീത്തോസിന് എഴുതിയ ലേഖനം. ഇനിയും 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബന്ധനകാല അല്ലെങ്കിൽ കാരാഗ്രഹ ലേഖനങ്ങൾ. അത് നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം. ഇങ്ങനെയാണ് പൗലോസിൻ്റെ ലേഖനങ്ങളെ പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്വീകർത്താക്കൾ, ആര് രചിച്ചു എന്നുള്ളത്, ഇത് എന്തുദ്ദേശത്തിൽ എഴുതപ്പെട്ടു, ഏത് സാഹചര്യത്തിലാണ് എഴുതിയത്, ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ള തുടങ്ങിയ മാനദണ്ഡങ്ങളെ അനുസരിച്ച് ഇങ്ങനെ ഇപ്രകാരം വിവിധ രീതിയിൽ പാരമ്പര്യമായിട്ടും ആധുനിക ബൈബിൾ വിജ്ഞാനീയത്തിൻ്റെ ഭാഗമായിട്ടും തിരിക്കുന്നു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മളുടെ തുടർന്നുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും: പൗലോസ് ശ്ലീഹായുടെ ദൈവശാസ്ത്രം. അടിസ്ഥാനപരമായി പൗലോസ് ശ്ലീഹായുടെ കത്തുകളിൽ കൂടി പൗലോസിൻ്റെ എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്ന ദൈവശാസ്ത്ര ദർശനങ്ങൾ വളരെ ആഴമുള്ളതാണ്. പുതിയ നിയമത്തിലെ ആധ്യാത്മികതയുടെ കാതലായ ഭാഗം വിശുദ്ധ പൗലോസിൻ്റെ ദൈവശാസ്ത്രമാണ് എന്ന് നമുക്ക് പറയാം. ഏകദേശം 2 സഹസ്രാബ്ദങ്ങളായി പൗലോസ് ശ്ലീഹായുടെ ഈ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവശാസ്ത്രം, ദൈവവിജ്ഞാനീയം ക്രിസ്തീയ വിശ്വാസത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് ശ്ലീഹായുടെ കത്തുകൾ വ്യവസ്ഥാപിതമായ പ്രബന്ധങ്ങളൊന്നുമല്ല, എന്നാൽ ക്രിസ്തുവിനെയും സഭയെയും വിശ്വാസ ജീവിതത്തെയും കേന്ദ്രീകരിച്ചുള്ള ദൈവിക ദർശനത്തെ അവ പ്രതിഫലിപ്പിക്കുകയും നമ്മളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൗലോസിൻ്റെ ഈ ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം നൽകുന്നത് ഈ അവസരത്തിൽ വളരെ നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. 1. ക്രിസ്തു കേന്ദ്രീകൃത സുവിശേഷം. പൗലോസിൻ്റെ ദൈവശാസ്ത്രം അടിസ്ഥാനപരമായി ക്രിസ്തു കേന്ദ്രീകൃതമാണ്. എല്ലാം ക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ക്രിസ്തു കർത്താവും രക്ഷകനുമായി, ഫിലിപ്പിയർ 2:6-11 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് ശ്ലീഹ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഇവിടെ ഊന്നി പറയുന്നുണ്ട്. അതായത് ക്രിസ്തു സ്വഭാവം അല്ലെങ്കിൽ ക്രിസ്തു സംഭവം എന്താണെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രിസ്തു ദർശനം പൗലോസ് ശ്ലീഹ ക്രിസ്തു കേന്ദ്രീകൃതമായ സുവിശേഷം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹ അവതരിപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ കാതലായിട്ട് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ക്രിസ്തുവിൻ്റെ മരണവും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവുമാണ് സുവിശേഷത്തിൻ്റെ കാതൽ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതാണ് പൗലോസ് ശ്ലീഹയുടെ പ്രഘോഷണം. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹ ക്രിസ്തുവിനെ പുതിയ ആദാമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു ആദാമിൻ്റെ അനുസരണക്കേടിനെ മാറ്റിമറിക്കുകയും പുതിയ സൃഷ്ടി ആരംഭിക്കുകയും ചെയ്തു. പൗലോസിൻ്റെ ക്രിസ്തു ദർശനമനുസരിച്ച് രക്ഷകനും കർത്താവും ദൈവവുമായ മനുഷ്യനായ യേശു ക്രിസ്തു മാത്രമേ രക്ഷകനുള്ളൂ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ അവൻ മാത്രമേ മധ്യസ്ഥനായുള്ളൂ. ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്.
അവൻ എല്ലാവരുടെയും, യഹൂദന്മാരുടെയോട് മാത്രമല്ല, വിജാതിയരുടെയും മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരുടെയും രക്ഷകനാണ് എന്നാണ് പൗലോസ്ലീഹായുടെ ദൈവിക ദർശനത്തിൻ്റെ ആ ഉള്ളടക്കം. 2, പൗലോസ്ലീഹ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസത്തിലുള്ള നീതീകരണം. പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, വിശ്വാസത്താലുള്ള കൃപയാൽ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:28 ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:16 അവിടെ എല്ലാം പറയുന്നത് എന്താണ്? നിയമാനുഷ്ഠാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്, കൃപയാലാണ് മനുഷ്യർ നീതീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഉറവിടം എന്ന നിലയിൽ കൃപ, രക്ഷ ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്, മനുഷ്യ നേട്ടമല്ല. എഫേസ്യർ 2:8-9 അതുകൊണ്ട് കൃപയുടെ മേൽ കൃപ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെയാണ് നമുക്ക് ദാനമായിട്ട് ഈ രക്ഷ ലഭിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല എന്ന് പൗലോസ്ലീഹ പറയുന്നു. അതുപോലെ തന്നെ നീതീകരണം ദൈവവുമായുള്ള സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:1 അതുപോലെ തന്നെ ദൈവമക്കളായി നമ്മൾ ദത്തെടുക്കപ്പെടുന്നതിലേക്കും നമ്മളെ നയിക്കുന്നു. അല്ലെങ്കിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:4-7 എന്താണ് പറയുന്നത്? നീതീകരണം അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സമാധാനത്തിലേക്കും ദത്തെടുക്കലേക്കും, ദൈവമക്കളായുള്ള ദത്തെടുക്കലേക്കുമാണ് നമ്മളെ നയിക്കുന്നത് എന്ന് പറയും. അതുപോലെ തന്നെ പൗലോസ്ലീഹയുടെ ക്രിസ്റ്റോളജി, ക്രിസ്തു ദർശനം, അത് കേന്ദ്രീകരിക്കുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഐക്യം. അതുകൊണ്ട് പൗലോസ്ലീഹ 160-ലധികം തവണ ഉപയോഗിക്കുന്ന ഒരു വാക്കുമാണ് ക്രിസ്തുവിൽ വിശ്വാസികൾ ഒന്നായിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നു എന്നുള്ളത്. ജ്ഞാനസ്നാനം വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഒന്നിപ്പിക്കുന്നു, യോജിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:3-5 വാക്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഐക്യം നമ്മുടെ സ്വത്വത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനിമേൽ ഒരു വിശ്വാസി എന്നുള്ളത് ഇനിമേൽ ഞാനല്ല, പിന്നെയോ ക്രിസ്തുവാണ്. ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല, പ്രത്യുത എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 അങ്ങനെ ക്രിസ്തുവുമായിട്ടുള്ള ഐക്യം തൻ്റെ പ്രബോധനങ്ങളുടെയും ദൈവിക ദർശനങ്ങളുടെയും അടിസ്ഥാനമായിട്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട്, ദൈവശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടും പൗലോസ്ലീഹ അവതരിപ്പിക്കും. ഇനി പൗലോസ്ലീഹയുടെ ന്യൂമറ്റോളജി അല്ലെങ്കിൽ ആത്മാവിലുള്ള ജീവിതം, ദൈവാത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന പരിശുദ്ധാത്മ ദർശനം. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:1-17 വാക്യങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പുതിയ ഉടമ്പടിയുടെ അടയാളവും ശക്തിയുമാണ്. അതുപോലെ തന്നെ ആത്മാവ് വിശുദ്ധീകരണത്തെയും ശുശ്രൂഷയ്ക്കുള്ള ദാനങ്ങളെയും നൽകുന്നു. കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 1-12 നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധിയുടെ ഫലത്തെയും ശക്തിപ്പെടുത്തുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22-23 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ആത്മാവിലുള്ള ജീവിതം എന്നാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെയും ജീവിതമാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, പൗലോസ്ലീഹ ഇപ്പോൾ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. സഭയുടെ ഇപ്പോഴുള്ള ജീവിതത്തെ ക്രമീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പൗലോസ്ലീഹയുടെ പരിശുദ്ധാത്മ വിജ്ഞാനീയം വളരെ ആഴമേറിയതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ക്രിസ്തു ദർശനവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് സഭയെ പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്നത് വിശ്വാസികളിൽ നൽകുന്ന ദാനങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവരും പ്രവർത്തിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂമറ്റോളജിയിൽ അത് ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനം ഇന്ന് ഓരോരുത്തരിലൂടെയും സഭയുടെ വളർച്ചയ്ക്കായിട്ട്, വിശ്വാസികളുടെ രക്ഷയ്ക്കും നീതീകരണത്തിനുമായിട്ട് നടക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയും. ഇനിയും പൗലോസ്ലീഹയുടെ ദൈവശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ സഭാവിജ്ഞാനീയം അല്ലെങ്കിൽ എക്ലീസിയോളജി. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന നിലയിൽ സഭയെ അവിടുന്ന് അവതരിപ്പിക്കുന്നു. സഭ നിരവധി അംഗങ്ങളുള്ള ഒരു ശരീരമാണ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 1 ലേഖനം 12-27 വാക്യങ്ങൾ. ഈ ശരീരത്തിൻ്റെ തല ക്രിസ്തുവാണ്. വിശ്വാസികൾ സ്നേഹത്തിലും സേവനത്തിലും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. പൗലോസിൻ്റെ സഭാദർശനത്തിൽ വംശീയത, സാമൂഹികമായ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ മറ്റ് വിഭജനങ്ങൾക്ക് അപ്പുറം ഒരു ഐക്യം രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ശരീരം എന്നുള്ള ആ ഒരു ദർശനം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ് നാം എല്ലാവരും എന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടി പൗലോസ്ലീഹ തൻ്റെ സഭാദർശനം അവതരിപ്പിക്കുന്നത്. പൗലോസ്ലീഹയുടെ സഭാദർശനം അനുസരിച്ച് ഒരിക്കൽ കൂടി പറയുന്നു, സഭ ക്രിസ്തുവിൻ്റെ ശരീരവും
ക്രിസ്തു ഈ ശരീരത്തിൻ്റെ ശിരസ്സുമാണ്. വിശ്വാസികളുടെ സമൂഹമായ സഭ ദൈവത്തിൻ്റെ ആലയമാണ്. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് വായിക്കുവാൻ കഴിയും. ഇനിയും എസ്കത്തോളജി, മരണാനന്തര ജീവിതം അല്ലെങ്കിൽ യുഗാന്ത്യം എന്ന് പറയുന്ന ആ ഒരു ദർശനവും പൗലോസ്ലീഹ കൃത്യമായിട്ട് പറയുന്നു. കർത്താവിൻ്റെ തിരിച്ചുവരവ് അല്ലെങ്കിൽ പരൂസിയ എന്ന് പറയുന്ന ആ ഒരു ദർശനത്തെ പൗലോസ്ലീഹ ആദ്യം അടിയന്തരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമെന്നുള്ള പ്രതീക്ഷയോടെയാണ് പൗലോസ് ജീവിച്ചത്. പിന്നീട് അത് പതുക്കെ മാറുന്നുണ്ട്. നോട്ട് ഓൺലി, ഓൾറെഡി, അല്ലെങ്കിൽ ഇതിനകം, പക്ഷേ ഇതുവരെ ആയില്ല. രക്ഷ ആരംഭിച്ചു, എന്നാൽ ഇതിനകം തന്നെ അത് പൂർത്തീകരിച്ചു, പക്ഷേ അത് പൂർണ്ണം ആയില്ല. അല്ലെങ്കിൽ പുനരുത്ഥാനം വന്നു, പക്ഷേ അത് പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇതിൽ നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഓൾറെഡി നോട്ട് യെറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ അത് കൃത്യമായിട്ട് പറയുവാൻ പ്രയാസമുണ്ടെങ്കിൽ ഓൾറെഡി നോട്ട് യെറ്റ്, അതായത് മരണാന്തര ജീവിതം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഓൾറെഡി നോട്ട് യെറ്റ്. ഫിലിപ്പിയർ 3:20-21 വാക്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. അന്തിമ വിധി, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുന്ന ആ സമയമാകുന്നു. അപ്പോൾ വിശ്വസ്തതയ്ക്ക് ദൈവം പ്രതിഫലം നൽകുകയും ചെയ്യും. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. അപ്പോൾ ഇതാണ് പൗലോസ്ലീഹായുടെ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവാണല്ലോ യുഗാന്ത്യമായിട്ട് പറയുന്നത്, ആ രണ്ടാം വരവിനെ കുറിച്ചുള്ള ദർശനം. ഇനി പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ നമുക്കറിയാം ദൈവശാസ്ത്രപരമായ പല കാര്യങ്ങൾ, വളരെ ആഴപ്പെട്ട ദർശനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പ്രായോഗിക കാര്യങ്ങളും കൃത്യമായിട്ട് പൗലോസ്ലീഹ നൽകുന്നുണ്ട്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം, ക്രിസ്തീയ സമൂഹം എങ്ങനെ ജീവിക്കണം, ജർമ്മൻ ഭാഷയിൽ ഹൗസ് സ്റ്റൽഫൻ എന്ന് പറയുന്നതായ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹ ജീവിതത്തിലെ നിയമങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ ലേഖനങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള ലോസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ധാർമ്മികതയും ക്രിസ്തീയ ജീവിതമാണ് മറ്റൊരു കാര്യം. ധാർമ്മികത പൗലോസ്ലീഹയുടെ ദൈവശാസ്ത്രത്തിൽ നിന്നൊഴുകുന്നു. വിശ്വാസികൾ ക്രിസ്തുവിലായതിനാൽ അവർ വിശുദ്ധിയിലും സ്നേഹത്തിലും സേവനത്തിലും ജീവിക്കണം. അവരൊരു പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് അവർ വിശുദ്ധിയിലും സ്നേഹത്തിലും സേവനത്തിലും ഒന്നിക്കണം. സ്നേഹം ന്യായപ്രമാണ ഗ്രന്ഥത്തിൻ്റെ പൂർത്തീകരണം. അതായത് യഹൂദനായ പരീശനായ പൗലോസ് പറയാണ്, ഈ ന്യായപ്രമാണ ഗ്രന്ഥം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമാക്കിക്കൊണ്ടിരുന്ന പൗലോസ്ലീഹ പറയാണ്, അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹമാണ് ക്രിസ്തു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-10 വരെയുള്ള വാക്യങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം വാക്യത്തിലൊക്കെ അത് കൃത്യം പറയുന്നു. സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ധാർമ്മിക ദർശനം അല്ലെങ്കിൽ പൗലോസ് പറയുന്നതായ വ്യക്തിപരമായ സ്വഭാവ ഗുണങ്ങൾ, സാമൂഹികപരമായ സ്വഭാവ ഗുണങ്ങൾ എല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് അത് സഭയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ വ്യക്തിപരമായ സദ്ഗുണങ്ങൾ ആർജിക്കുന്നതിന് ഉപയോഗിക്കുക. അപ്പോൾ പൗലോസിൻ്റെ ധാർമ്മികതയും അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും സ്നേഹത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഇതാണ് പൗലോസ്ലീഹായുടെ ദൈവശാസ്ത്രം, അല്ലെങ്കിൽ ഈ ലേഖനങ്ങളിൽ നമ്മൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില ദൈവശാസ്ത്ര മാനങ്ങൾ അത് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. ചുരുക്കത്തിൽ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. ഓരോ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കുറച്ച് നമ്മളത് വിശദീകരിച്ച് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കും. പിന്നെ നമ്മളിവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ള വേദഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിക്കുമ്പോഴേ ഇതിൻ്റെ ആ അന്തർധാരകൾ, അന്തസത്ത, അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു മഹത്വം നമുക്ക് കാര്യക്ഷമമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വേദഭാഗം കുറേ കൂടി ഒന്ന് മനസ്സിരുത്തി വായിച്ചുകൊണ്ട് വേണം ഈ ഒരു ആമുഖം ക്ലാസ്സിലാണെങ്കിൽ തന്നെയും പങ്കെടുക്കുവാൻ. ഇനി നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധ പൗലോസിൻ്റെയും അദ്ദേഹത്തിൻ്റെ കത്തുകളുടെ പ്രസക്തി എന്താണ്? അപ്പോൾ കത്തുകൾ ആരെഴുതി എന്നുള്ളതല്ല, എന്തെഴുതി, എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളതാണ് പ്രധാനമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ കത്തുകളുടെ പ്രസക്തി അല്ലെങ്കിൽ ഇതിൻ്റെ സന്ദേശത്തിൻ്റെ പ്രസക്തി എന്താണ്? പൗലോസിനെ പോലെ നമ്മളും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അനുഭവിക്കുന്നവരാണ്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായതും ആത്മാവിനാൽ നയിക്കപ്പെടുന്നതുമായിരുന്നു പൗലോസിൻ്റെ വ്യക്തിത്വം. നമുക്കറിയാം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ തന്നെ ആത്മാവിൽ നയിക്കപ്പെടുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം
14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം, കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ കുരിശിലും മരണത്തിലും പുനരുത്ഥാനത്തിലും പ്രകടമാകുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും മനുഷ്യരോട് പ്രഖ്യാപിക്കേണ്ടതാണെന്ന് പൗലോസ്ലീഹ മനസ്സിലാക്കി, ആ പ്രഖ്യാപിക്കുന്നത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ജീവിക്കണം. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ പൗലോസിനെ പോലെ നമുക്കും ഇവയെല്ലാം പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പൗലോസിൻ്റെ കത്തുകളുടെ പ്രസക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒന്നാമതായി നമ്മൾ കാണേണ്ടത് യേശുവിനെ കണ്ടുമുട്ടുകയും മാനസാന്തരപ്പെടുകയും ചെയ്ത പൗലോസ് അപ്പോസ്തലൻ നമുക്കൊരു മാതൃകയാണ്. വിശുദ്ധ പൗലോസ് വെറും ഒരു ചരിത്ര പുരുഷനോ ഒരു ദൈവശാസ്ത്രജ്ഞനോ അല്ല. ക്രിസ്തുവുമായുള്ള ആത്മീയ കൂടിക്കാഴ്ചയുടെ മാനസാന്തരത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് പൗലോസ്ലീഹ. സഭയെ പീഡിപ്പിച്ചവരിൽ നിന്ന് നിർഭയനായ ഒരു സുവിശേഷ പ്രഘോഷകനായി ചരിത്രത്തിലെ യേശുവുമായി വ്യക്തിപരമായ സമ്പർക്കം പുലർത്തിയിട്ടില്ലെങ്കിലും 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നു. ആരും കൃപയ്ക്ക് അതീതരല്ലെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാരാംശം. ക്രിസ്തുവിനോടുള്ള ഐക്യത്തിൽ ജീവിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ തന്നെ മാനസാന്തരം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, പിന്നെയോ തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ക്രിസ്തുവിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് മാനസാന്തരം എന്ന് പൗലോസ്ലീഹ പറയുന്നു. അപ്പോൾ നമ്മൾ മാറി ക്രിസ്തു നമ്മൾ ആയിത്തീരുന്നതാണ് മാനസാന്തരം. അപ്പോൾ എല്ലാ ദിവസവും സ്വയത്തിന് മരിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും നമ്മൾ കടപ്പെട്ടവരാണെന്ന് പൗലോസ്ലീഹയുടെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി 2, ക്രിസ്തുവിലുള്ള വിശ്വാസം ബാഹ്യമായ ഒരു ആചാരം മാത്രമല്ല എന്ന് പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളോട് പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് രക്ഷ നിയമത്തിൻ്റെ പ്രവൃത്തികളാൽ നേടുന്നതല്ല, മറിച്ച് യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിലൂടെയാണ് നേടുന്നതെന്ന് പൗലോസ്ലീഹ പറയുന്നത്. പ്രവൃത്തിയിലല്ല, വിശ്വാസത്തിലാണ് എന്ന്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. ആളുകൾ ആന്തരിക പരിവർത്തനമില്ലാതെ ബാഹ്യമായ ആചാരങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ഓർക്കുക, ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ദൈവവുമായി വിശ്വാസത്തിൽ വേരൂന്നിയ ഒരു യഥാർത്ഥ ബന്ധത്തിലേക്കാണ് പൗലോസ്ലീഹ നമ്മളെ ക്ഷണിക്കുന്നത്. 3, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നുള്ള ആ ഒരു ദർശനം. ക്രിസ്തു തലയായും അല്ലെങ്കിൽ ശിരസായും ഓരോ വിശ്വാസിയും അംഗമായും ഉള്ള ഒരു ജീവനുള്ള ശരീരമെന്ന നിലയിൽ പൗലോസിൻ്റെ കത്തുകളിലെല്ലാം പ്രത്യേകിച്ച് സഭയെ എടുത്തു കാണിക്കുന്നുണ്ട്. ക്രിസ്തു ശിരസായും ഓരോ വിശ്വാസിയും ശരീരഭാഗങ്ങളുമായുള്ള ക്രിസ്തുവിൻ്റെ ശരീരമാണ് വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 27-ാം വാക്യം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ വിശ്വാസം സ്വകാര്യമായതോ വ്യക്തിപരമായോ ഉള്ളത് മാത്രമല്ല എന്നത് നമ്മെ ഓർമ്മിക്കുന്നു. വ്യത്യസ്ത ദാനങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള ദൗത്യങ്ങളുമുള്ള ഒരു വിശ്വാസ സമൂഹത്തിൽ പെട്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളും ദാനങ്ങളും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് പൗലോസിൻ്റെ സഭാവിജ്ഞാനീയത്തിൽ ഐക്യം, സഹകരണം, സഭാജീവിതത്തിലുള്ള സജീവ പങ്കാളിത്തം എന്നിവയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഇടവക ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സഭാജീവിതത്തിലാണെങ്കിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലാണെങ്കിലും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒരാൾ മാത്രമല്ല, പിന്നെയോ ഇത് നമ്മൾ ഒന്നായിട്ടാണ്. ഈ ഐക്യം ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ എന്ന രീതിയിൽ ക്രിസ്തു നമ്മളെ ഒന്നിപ്പിക്കുന്ന ആ ഒരുമയിൽ ജീവിക്കുവാൻ ഞാനും എൻ്റെ ദൈവവും എന്ന രീതിയിൽ നിന്ന് മാറി നമ്മളും
നമ്മുടെ ദൈവവും ഞങ്ങളും ഞങ്ങളുടെ ദൈവവും എന്നുള്ള ആ ഒരു തലത്തിലേക്കൊരു സാമൂഹ്യമായ ദർശനത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ആവശ്യകത പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പൗലോസ്ലിഹ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം, കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനം എന്നിവയിൽ പൗലോസ് ആത്മാവിലുള്ള ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലിഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. വിശ്വാസം മനുഷ്യ ശക്തിയെക്കുറിച്ചല്ല, മറിച്ച് ദൈവിക ശക്തിയെക്കുറിച്ചാണ്. നമ്മുടെ തീരുമാനങ്ങളെയും വാക്കുകളെയും സാക്ഷ്യത്തെയും നയിക്കുവാൻ ആത്മാവിനെ അനുവദിക്കണമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ എപ്പോഴും there should be a space for the Holy Spirit in our life. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനുള്ള ഒരു സ്പേസ്, ഒരു സ്ഥലം, ഒരു അവസരം നമ്മൾ നൽകണം. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിലുള്ള അല്ലെങ്കിൽ ലേഖനങ്ങളെ നമ്മൾ പഠിക്കുവാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ പൗലോസ്ലിഹയുടെ മറ്റൊരു മാതൃകയാണ് പ്രത്യാശയോടുകൂടി സുവിശേഷത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച്, പീഡനങ്ങൾ സഹിച്ച് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. പൗലോസ് തടവിലാക്കപ്പെടുന്നുണ്ട്, പീഡനങ്ങൾ സഹിക്കുന്നുണ്ട്, മതമർദ്ദകരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നുണ്ട്, പൗലോസിനെ നിരസിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, പൗലോസിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നാലും പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. ഏറ്റവും അവസാനം നമുക്കറിയാം പൗലോസ് അതിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ എല്ലാം പൗലോസിനെ പ്രചോദിപ്പിച്ച ഒരു വാക്യമാണ് റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് കഷ്ടതയുടെ സമയങ്ങളിൽ പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ എങ്ങനെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാമെന്നും പീഡനങ്ങൾ സഹിക്കാമെന്നും പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി തീരുവാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും നമ്മളെ അതിനുവേണ്ടി പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 6-ാമത്തെ ഒരു ദർശനമാണ് ദൈനംദിന ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതം. നമ്മുടെ കുടുംബ ജീവിതമാകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, നമ്മളുടെ സാമൂഹ്യ ജീവിതമാകട്ടെ, നമ്മുടെ ലൈംഗിക ജീവിതമാകട്ടെ, ദാനധർമ്മമാകട്ടെ എന്നിങ്ങനെ ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗികമായ വശങ്ങളെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പൗലോസ്ലിഹയുടെ കത്തുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പല ഭാഗങ്ങളിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുടുംബജീവിതത്തെക്കുറിച്ചാകട്ടെ, വിവാഹ ജീവിതത്തെക്കുറിച്ചാകട്ടെ, ലൈംഗിക ജീവിതത്തെക്കുറിച്ചാകട്ടെ, നമ്മളുടെ വിശുദ്ധിയുടെ ദർശനത്തെക്കുറിച്ചാകട്ടെ, നമ്മളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചാകട്ടെ, ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാതാപിതാക്കൾ, കുട്ടികൾ, തൊഴിലാളികൾ, പൗരന്മാർ, ശിഷ്യന്മാർ, ഉടമ, അടിമ എന്നീ നിലകളിൽ യഥാർത്ഥ ലോകത്ത് ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നും അല്ലെങ്കിൽ വിശ്വാസം എങ്ങനെ പ്രഘോഷിക്കാമെന്നും പരിരക്ഷിക്കാമെന്നും പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 7-ാമതായിട്ട് പൗലോസ്ലിഹയുടെ മിഷണറി തീഷ്ണതയും അല്ലെങ്കിൽ പൗലോസ്ലിഹയുടെ സാക്ഷ്യവും നമുക്കൊരു മാതൃകയാണ്. അക്ഷീണമായ ഒരു സുവിശേഷ പ്രഘോഷണ തീഷ്ണതയാൽ പൗലോസ്ലിഹയുടെ ജീവിതം നമ്മുടെ മുൻപിൽ സാക്ഷ്യം നൽകുന്നുണ്ട്. എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുവാൻ അന്നത്തെ കാലത്ത് കഷ്ടപ്പാടുകൾ സഹിച്ച് അനേകം രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, ഭാഷകൾ എന്നിവയിലൂടെ പൗലോസ്ലിഹ സഞ്ചരിച്ചു. ആ പൗലോസ്ലിഹ അങ്ങനെ സഞ്ചരിച്ച് വിജാതിയരുടെ അപ്പോസ്തലനായി നിങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിക്കുവീൻ എന്നുള്ള ആ കർത്താവിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടുത്തേക്ക് കഴിഞ്ഞു. അതുകൊണ്ട് യേശുവിനെ ഈ ഭൗതിക ജീവിതത്തിൽ യേശുവിനെ നേരിട്ട് കാണുവാനോ യേശുവിനോട് ഇടപെടുവാനോ കഴിയാതെ ഇരുന്നിട്ട് കൂടി അപ്പോസ്തലനായിട്ട് വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെയുള്ള ആ ഒരു വെളിപ്പെടുതൽ ക്രൂശിതനായ ക്രിസ്തുവിനെയും ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതനായ ക്രിസ്തുവിനെയും നേരിട്ട് അനുഭവിക്കാൻ പൗലോസ്ലിഹയ്ക്ക് കഴിഞ്ഞതുകൊണ്ട് ആ വിശ്വാസം പ്രഘോഷിക്കുവാൻ പൗലോസ്ലിഹയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇത് തന്നെ നമ്മൾ ഓർക്കുക. രക്ഷകനായ ക്രിസ്തുവിനെ നമ്മളുടെ നാഥനായി നമ്മൾ സ്വീകരിക്കുമ്പോൾ
അവിടുത്തെ വിശ്വാസത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ വിശ്വാസം നമ്മിൽ തന്നെ സൂക്ഷിക്കുകയല്ല, മറിച്ച് ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രഘോഷിക്കുവാൻ, പങ്കിടുവാൻ പൗലോസിൻ്റെ കത്തുകൾ നമ്മളെ പ്രേക്ഷിതരാകുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൗലോസ് ശ്ലീഹായുടെ ഈ കത്തുകൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും അത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വിശ്വാസ യാത്രയിൽ പൗലോസിൻ്റെ വാക്കുകൾക്ക് നമ്മൾ എപ്പോഴും ഒരു പ്രാധാന്യം നൽകുകയും പൗലോസിൻ്റെ ഈ ലേഖനങ്ങൾ വായിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈ ക്ലാസ്സുകൾ നമ്മളുടെ ഓരോ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓരോ ലേഖനങ്ങളെയും നമ്മൾ എടുത്ത് പഠിക്കുമ്പോഴും ഈ ആമുഖമായി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. ഇത് ആയിരിക്കും അതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഓർക്കുക, പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ എന്ത്, എപ്പോൾ, ആര്, എങ്ങനെ എഴുതി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും നമ്മൾ ഓരോരുത്തരുടെയും സുവിശേഷ പ്രഘോഷണം ദൗത്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. നന്ദി.